റബ്ബിന്റെ ദിക്ർ നീ ചൊല്ലണം, അതിലാണ് ഖൽബിന് ശാന്തി ലഭിക്കലും എന്നാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നത്, റഅദെന്ന സൂറത്തോതി നോക്കതിലുണ്ടിത്. ദിക്റെന്ന മേഘമിൽ നിന്നു ഖൽബിൽ തുള്ളികൾ ഇറ്റിറ്റു വീണം നീങ്ങുവാൻ സാഅത്തുകൾ. നരകത്തിനെ തൊട്ടെപ്പോഴും അത് കാക്കുമേ, ശൈത്വാന്റെ ഫിത്നക്കുള്ള കോട്ടയുമാകുമേ. റൂഹിന്റെ സിഹത്തിനതേറ്റം നല്ലതാ എന്നുള്ളതും നീ റാസിയിൽ കാണുന്നതാ. രസമുള്ള കുടിനീരാ മുഹിബ്ബീങ്ങൾക്കത്, മുതവക്കിലീങ്ങൾക്കുള്ള നിധിയും തന്നത്. അല്ലാഹുവിൻ്റെ വലിയൊരുത്തൻ ആകണം എന്നുള്ള വേണ്ടുക വന്നു പോയാൽ തൽക്ഷണം. ദിക്റിന്റെ ബാബവനാദ്യമായി തുറക്കപ്പെടും, ഖുർബിന്റെ ബാബും പിന്നെ ഫത്ഹാക്കപ്പെടും. സ്വബാഹ് വൈകിട്ടുള്ള ദിക്റുകളൊക്കെയും പതിവാക്കി വന്നു ഹദീസിലുള്ളത് പോലെയും. എന്നാൽ ഹബീബേ, ദാക്കിരീങ്ങളിൽ നിന്നെ എണ്ണുന്നു എന്നിബ്നു സ്വലാഹും തന്നെ. നാക്കിൻ്റെ ദിക്ർ സഹോദര ഹസനാത്താ, ഖൽബിൻ്റെതോ ഖുർബാത്തുമാ ദറജാത്താ. നാക്കിൻ്റെ ദിക്റിൽ നിത്യമായാൽ പിന്നെ ഖൽബിൽ അതിൻ്റെ ഫലം ഒലിച്ചതു തന്നെ. ഖൽബിൻ്റെ ദിക്റിന് നാക്കിനേക്കാൾ 70 ഫലമുള്ളതാണെന്ന ഹദീസിൽ വന്നത്. ഇതുപോലെ ബീവി ആയിഷ പറയുന്നതാ, അത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തൻബീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. 67-ാം പേജതിൽ വിവരിച്ചതാ. ദിക്റുണ്ട് അവയവത്തിനുമെന്ന നിയമവും, ഇബാദത്തിൽ അത് മുഴുകി ഒഴിയുക ദോഷവും. ഇതുപോലെ റാസിയിൽ നോക്ക് 4-ാം ഭാഗമിൽ 44-ഉം പിന്നെ 100-ഉം ചേർന്നതിൽ. അശ്രദ്ധരിൽ നീ ദാക്കിറായാലിന്ന് നീ പച്ചമരം പോലാണ് യാബിസിൽ നിന്ന്. അവനുള്ള മഖഅദു തന്നെ ജീവിതകാലമിൽ കാട്ടുന്നതാ റബ്ബെന്ന് വന്ന് ഹദീസതിൽ. കൂടാതെ കുറ്റിരുട്ടുള്ള രാവിലെ ലൈറ്റുമാ എന്നുള്ളതും നബി മുസ്തഫ തിരുവാക്യമാ. റബ്ബിനെ സൂഖിൽ ദിക്റു ചെയ്താലിന്ന് രോമക്കണക്കിനുമുണ്ട് നൂറവനന്ന്. അതുമാത്രമല്ല ബഹായിമിൻ്റെ എണ്ണത്തിലും പൊറുക്കപ്പെടും എന്നുണ്ട് ഇൻസു കണക്കിലും. ഓർക്കെന്നെ നിങ്ങൾ ഓർക്കുമെന്നാൽ ഞാനും എന്നല്ലയോ സുഹൃത്തുക്കളെ ഖുർആനും. നീ അവനെ ഓർത്താൽ സോദരാ ഹലവാത്തതിൽ, അവൻ നിന്നെയും ഓർക്കുന്നതാ ഫലവാത്തതിൽ. ഭൂമിക്ക് മേൽ നിന്നോർത്ത് നീ ഇന്നവനെയും
അതിനടിയിലായാൽ പിന്നെ അവനും നിന്നെയും മറക്കുന്നതാ നിന്റെ അഹ്ല് ഔലാദൊക്കെയും. കൈവടിയുമെല്ലാം നിന്നെ റബ്ബല്ലാതെയും. ഒറ്റക്ക് തന്നതിൽ താമസം പെരുത്തുണ്ട്. ഇരുളായ കുഴിയിൽ കൂട്ടിനന്നാരുണ്ട്. ഈനാസിനായി ആരും നിനക്കതിലില്ല. അതിനാണ് ദിക്റുല്ലാഹി അസ്സ വജല്ല. ത്വഅത്തിനെല്ലാം സമയനിർണയമുള്ളതാ. ദിക്റിന് സമയം ഇന്നതെന്നില്ലാത്തതാ. അത് അധികമാക്കണമെന്നതാ വേണ്ടുന്നത്. അതിലാണ് റബ്ബിന് തൃപ്തിയും കാണുന്നത്. എന്നിബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. ദിക്റൻ കസീറ എന്നതിൽ നിന്നുള്ളതാ. ദിക്റിൻദിനത്തിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത കലിമത്തു തൗഹീദിനു തന്നെന്നുള്ളതാ. ഇതു തന്നെ സ്വന്തം റബ്ബിലേക്കുയരുന്നതാ. മറ്റുള്ള അമലം ലാക്കുകൾ ഉയർത്തുന്നതാ. സൂറത്ത് ഫാത്തിർ നോക്കണം, അതിലുണ്ടിത്. അതിലുള്ള 10-ാം ആയത്താ പറയുന്നത്. റൂഹുൽ ബയാനിൽ ഭാഗം 7 നോക്ക്. 325 തിരുനബിയിലും മുമ്പുള്ള നബിമാർക്കുല്ലിലും ഉണ്ടായ വചനമിലും ഇതാണ് അഫ്ളലും. ഇത് രാവിലെ വുളുവോട് ചൊല്ലിനി 1000. റിസ്ഖിന്റെ അസ്ബാബൊക്കെ ഫത്ഹാക്കും കരം. ഉറങ്ങുന്ന നേരം ചൊല്ലിയാൽ ഈ എണ്ണവും. അർശിന്റെ താഴത്താണ് റൂഹിന് വാസവും. റൂഹിന്റെ ശക്തി കൊത്ത നിലയിൽ തന്നെ കഴിക്കുന്നതാണവിടുന്ന് ഭക്ഷണം പൊന്നേ. റൂഹുൽ ബയാൻ തഫ്സീർ 4-ാം ഭാഗമിൽ 370 3 ചേർന്നതിൽ. ഇതിനുള്ള രസവും സോദര നമുക്കന്ന്. അത്ഷിന് ബാരിദ് പോലെയാ നമുക്കിന്ന്. ഇതുപോലെ സുഫിയാൻ എന്നവർ പറയുന്നതാ. കാണാമ ജാലിസിൽ നോക്ക് 30-ലുള്ളതാ. ശ്രദ്ധിച്ചൊരൽപ്പം നിൽക്കുവീൻ മഹത്തുക്കളെ. സഹലെന്നവർ പറയുന്നതാ സുഹൃത്തുക്കളെ. അമലിന് പ്രതിഫലമുണ്ട് സ്വർഗം തന്നെ. കലിമത്തു തൗഹീദിന് ലിഖാ പൊന്നേ. പടവെട്ടി മശ്രിഖിൽ നിന്നു മഗ്രിബ് വരെയൊരാൾ ധർമ്മം കൊടുത്തും വന്നു എതിരെ മറ്റൊരാൾ. പ്രതിഫലം ഇതിൽ 2 ആൾക്കുമുള്ളത് കേമമാ. അതിലുപരി തന്നെ നിദാക്കിറായാൽ ലഭ്യമാ. 171 റാസിയിലുണ്ടിത്. ഭാഗം അതിൽ 15-ലാ പറയുന്നത്. റബ്ബിന്റെ വഴിയിൽ നീ ഷഹീദാകുന്നത്. മാറ്റുള്ള 1-ാം സ്വർഗമാണതിനുള്ളത്. ദാക്കിർ ജലീസുല്ലാഹിയാണെന്നറിയണേ.
സ്വർഗത്തിനേക്കാൾ അഫ്ളലാണതുമോർക്കണേ. ഹജ്ജിന്റെ കർമ്മം ചെയ്തു തീർന്നാൽ പിന്നെ ദിക്റിന്റെ കൽപ്പനയാണ് ഖുർആൻ തന്നെ. അൽ ബഖറ സൂറത്തോതി നോക്കതിലുണ്ടിത്, ആയത്തതിൽ 200 പറയുന്നത്. ഹജ്ജിന്റെ ഫലമായി ദോഷമാ പൊറുക്കുന്നത്, ഖൽബിന്റെ തൻവീറിന് ദിക്റാവേണ്ടത് എന്നുള്ളതാണിതിലുള്ള തത്വം എന്ന് തഫ്സീർ റാസിയിൽ തന്നെ വെളിവാകുന്നേ. സ്വർഗത്തിലുദ്യാനത്തിലാർക്കോ മേയണം എന്നാഗ്രഹിച്ചാൽ ദിക്റുകൾ പെരുപ്പിക്കണം എന്നുള്ള തിരുമൊഴി റാസി 9 137 അതിൽ പറയുന്നതാ. അഖിലിന്റെ ശേഷം ദിക്ർ പതിവാക്കേണ്ടതാ, അല്ലാതിരുന്നാൽ കൽബുടൻ കറുക്കുന്നതാ. അതിനാൽ ദിക്ർ സ്വലാത്ത് ഇവകൾ കൊണ്ട് ഉരുക്കേണ്ടതാണ് ഭക്ഷണം എന്നുണ്ട്. റൂഹുൽ ബയാൻ 166 കാണുന്നതാ ശറഫാക്കപ്പെട്ട ഹദീസിലെ. വിറുദില്ല എന്നാൽ വാരിദും അവനില്ല എന്നുള്ളതിൽ ആർക്കും ഖിലാഫേ ഇല്ല. ഔറാദ് മുറിയൽ തക്ക സബബില്ലാതെയും കൈവിട്ട ലക്ഷണമാണ് റബ്ബും നിന്നെയും. അതിനാൽ മുടക്കം വന്നു പോയാൽ പിന്നെ വീട്ടേണ്ടതാണൊരാഴ്ച പോയാൽ തന്നെ. റൂഹുൽ ബയാൻ നീ നോക്ക് 3 ഉണ്ടിത്, 307 തന്നെയാ പറയുന്നത്. നീ ദിക്റു ചെയ്തെന്നാണ് കണ്ടത് സ്വപ്നമിൽ, എന്നാൽ നിനക്കാ വിജയവും ശത്രുക്കളിൽ. ഇതുപോലെ തഅ്തീറുൽ അനാമിൽ വന്നതാ, 202 നോക്കിയാൽ കാണുന്നതാ. സുഹൃത്തുക്കളെ സ്തുതിക്കപ്പെടേണ്ടവ മൊത്തവും തുടക്കം അതിൽ ദിക്റാണ്, പിന്നെ മടക്കവും. നീ ദിക്റു ചെയ്യൽ വേണ്ടതാണതബോട്, ഖിബ്ലാക്ക് നേരെയിരിക്കണം വുളുവോട്. അടക്കേണ്ടതാണ് കണ്ണുകൾ 2 ഖൽബിന്നതാ തൻവീറിനേറ്റം മെച്ചവും. മറ്റുള്ള ചിന്തകൾ നീങ്ങി ഖൽബൊഴിയേണ്ടതാ, ഇരുട്ടുള്ള സ്ഥലമായാലതേറ്റം നല്ലതാ. പറയുന്നു സയ്യിദുനാ അലി റളിയല്ലാഹ്, ചോദിച്ചു നബിയോടൊരു ദിനം സല്ലല്ലാഹ്, റബ്ബിന്റെ സാമീപ്യം ലഭിക്കാനെന്താ വൈഅസുലായതുണർത്ത് നബിയെ അന്താ. ദിക്റിൽ ദവാമാകേണ്ടതാ നീ സിറിലും, അതുപോലെ റബ്ബിനെ ദിക്ർ ചെയ്തോ ജഹ്റിലും. അപ്പോൾ പറഞ്ഞവർ യാ റസൂലല്ലാഹി, ചൊല്ലുന്നു ദിക്റെല്ലാവരും ലില്ലാഹി.
പ്രത്യേകമായി എനിക്കൊന്ന് കിട്ടണമെന്ന എനിക്കുള്ള ചോദ്യം പിന്നെയും അതു തന്നെ. ഉടൻ തന്നെ തിരുനബി മുസ്തഫ പറയുന്നേ, കാര്യം അലിയെ അറിയണം എന്തെന്നേ. ഞാനും കഴിഞ്ഞ പ്രവാചകന്മാർ സകലതും എന്തോ പറഞ്ഞോ അവയിലെല്ലാം നല്ലതും. കലിമത്തു തൗഹീദാണലിയെ മെച്ചവും, ആകാശഭൂമികൾ രണ്ടിനേക്കാൾ തൂക്കവും. ഭൂമിക്ക് മുകളിൽ ആരും അല്ലാ എന്നേ പറയാനൊരാളില്ലാതെ വന്നാലന്നേ. ഊതും അലിയേ സൂറ ഇസ്റാഫീലേ എന്നും പറഞ്ഞവരോടുടൻ ഇഖ്ലീലേ. അപ്പോൾ അവർ ചോദിച്ചു നബിയോടന്നേ, ദിക്റെങ്ങിനാ ചൊല്ലേണ്ട കൈഫിയത്തെന്നേ. കണ്ണും അടക്കുക പിന്നെ എന്നിൽ നിന്നേ, കേട്ടിട്ട് നീ അതുപോലെ ചെയ്യുക ഇന്നേ. ഒരു 3 വട്ടം കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തുടൻ ഏറ്റു ചൊല്ലി ഷഹീദ്. ശൈഖും മുരീദും എന്നതിന്നസിലുള്ളതാ, ഈ സംഭവം അതിലേക്ക് തെളിവാകുന്നതാ. ഇത് ശൈഖുനാ ഹാഫിള് ജലാലുദ്ദീനി സുയൂത്തി റിപ്പോർട്ടുണ്ട് യാ ഇഖ്വാനി. സുബ്ഹാന റബ്ബി അന്ത്യശ്വാസം നീക്കലും നിനക്കുള്ള ദിക്റിൽ തന്നെ വേണേ ഹുബ്ബിലും. ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിലും, അദ്കാറുകൾ നടക്കുന്ന കാലം നാക്കിലും.